നമസ്കാരം, സഹകാർ എക്സ്പ്രസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്ന കീമോതെറാപ്പിയിലെ അമിനോഗ്ലൈക്കോസൈഡ്സ് ആണ്. സോ ഏതൊക്കെയാണ് അമിനോഗ്ലൈക്കോസൈഡ്സ്, എന്തൊക്കെയാണ് അമിനോഗ്ലൈക്കോസൈഡ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് അമിനോ ഷുഗർ ഗ്രൂപ്പ് ഉണ്ട്, അത് ജോയിൻഡ് ബൈ എ ഗ്ലൈക്കോസിൽ ബോണ്ട്. അതായത് രണ്ട് അമിനോ ഗ്രൂപ്പ് ഉണ്ട്, അതിനെ ജോയിൻ ചെയ്യുന്നത് എന്താണ്, ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടാണ്. എന്താണ്, ഒരു നോൺ ഷുഗർ കമ്പോണന്റ് ായിട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ബൈൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അത് നമ്മുടെ ഒരു ബേസിക് ഒരു മെഡിസിനൽ കെമിസ്ട്രി ആണ്. സോ ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി, ഒരു സ്പെസിഫിക് മെക്കാനിസം ഓഫ് ആക്ഷൻ ഉള്ള ഒരു ഡ്രഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് അമിനോഗ്ലൈക്കോസൈഡിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, അമിനോഗ്ലൈക്കോസൈഡ് ലൈക്ക് എന്താണ്, ആന്റിബയോട്ടിക് ആണ്. സോ ബേസിക്കലി രണ്ട് അമിനോ ഷുഗർ ആണ്, ജോയിൻഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് ടു ആൻ അമിനോ സൈക്ലിയോട്ടോൾ അല്ലെങ്കിൽ ഒരു നോൺ ഷുഗർ കമ്പോണന്റുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ്. സോ ക്ലാസിഫിക്കേഷൻ നോക്കാം. സോ സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ, കനാമൈസിൻ, ടൊബ്രാമൈസിൻ, അമിക്കസിൻ ആൻഡ് നിയോമൈസിൻ ആണ്. സോ അമിനോഗ്ലൈക്കോസൈഡ്സ് പ്രൈമർലി ഒബ്റ്റെയിൻ ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസസ് ജനസ്. സ്ട്രെപ്റ്റോമൈനസ് ജനസ് എന്ന് പറയുന്ന സോയിൽ ഡ്വെല്ലിംഗ് ബാക്ടീരിയയിൽ നിന്നാണ് അമിനോഗ്ലൈക്കോസൈഡ്സ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോമൈസിൻസും ജെൻഡാമൈസിൻ, കനാമൈസിൻ, ടൊബ്രാമൈസിൻ, അമിക്കസിൻ, നിയോമൈസിൻ ഒക്കെ നമ്മൾ എടുക്കുന്നതാണ്. സോ ബേസിക്കലി സ്ട്രെപ്റ്റോമൈസിൻ ഒക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ സ്ട്രെപ്റ്റോമൈസിൻ ആണ്. നമ്മളിപ്പോൾ TBയിലൊക്കെ വൈഡ്ലി ഉപയോഗിക്കുന്ന ഒരു ഇൻജക്റ്റബിൾ ഡ്രഗിലേക്ക് മാറിയ ഒരു ഡ്രഗാണ് സ്ട്രെപ്റ്റോമൈസിൻ. അത്രയും നല്ല എഫിക്കസി ഉള്ള ഒരു ഡ്രഗാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറഞ്ഞാൽ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ ടെട്രാസൈക്കിൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഫസ്റ്റ് വൺ ഈസ് ബൈൻഡിങ് ടു റൈബോസോംസ് ആണ്. 30S റൈബോസോംസിന്റെ സബ് യൂണിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, ബാക്റ്റഡ് റൈബോസോമിനെ പോയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൈമറിലി പോയി അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഫർദർലി പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് മിസ്റീഡിങ് ഓഫ് mRNA ആണ്. സോ സ്ട്രെപ്റ്റോമൈസിൻ പോലെ ഡ്രഗ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ് കൊടുക്കുമ്പോൾ ജനറ്റിക് കോഡ് ഓഫ് mRNA, അതായത് mRNA നിന്നു മിസ് റീഡിങ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ ഫർദർലി എന്ത് നടക്കുന്നില്ല, പ്രോട്ടീൻ ഫങ്ഷൻ നടക്കാതെയും അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവാതെയും അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു, ഡെഡായി പോകുന്നു എന്നുള്ളതാണ്. പിന്നെ സെൽ മെംബ്രെയിൻ ഡിസ്ട്രപ്ഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ആന്റിബയോട്ടിക്സ് പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചായിരുന്നു. സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു, സെൽ മെംബ്രെയിനെ ഡയറക്ട്ലി പോയി അറ്റാക്ക് ആവുകയും അങ്ങനെ ബാക്ടീരിയയുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പൊ ബൈൻഡിങ് ടു റൈബോസോം 30S, മിസ് റീഡിങ് ഇൻ mRNA, അതായത് mRNA ജനറ്റിക് കോഡ് എന്ന് മിസ് റീഡിങ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എന്താണ്, സെൽ മെംബ്രെയിൻ ഡിസ്ട്രപ്ഷൻ ആണ്. അതായത് സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രാക്ട് ചെയ്യുകയും അങ്ങനെ ബാക്ടീരിയലിന് ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ആണ്. സോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആൻഡ് അനറോബിക് ബാക്ടീരിയയിൽ എന്താണ്, ഹൈലി എഫക്റ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവ് പറയുവാണെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ് ആർ പെർട്ടിക്കുലർലി എഫക്റ്റീവ് അഗൈൻസ്റ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് അമിനോഗ്ലൈക്കോസൈഡ്, ഇൻക്ലൂഡിങ് സ്യൂഡോമോണസ്, Oregonose and Klebsiella and Enterobacter, Seratin and Shigella സ്പീഷീസിലൊക്കെ അത് എഫക്റ്റീവ് തന്നെയാണ്. സോ ഈ ബാക്ടീരിയൽ എക്സാമ്പിൾ ഒന്നും പഠിക്കേണ്ട, അത് ഗ്രാം നെഗറ്റീവിൽ എഫക്റ്റീവ് ആണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയാകും. നെക്സ്റ്റ് വൺ ഇസ് ഗ്രാം പോസിറ്റീവ് ആണ്. സോ ഗ്രാം വൈൽ പ്രൈമർലി ആക്റ്റീവ് അഗൈൻ ഗ്രാം നെഗറ്റീവ് പാത്തജൻ, അമിനോഗ്ലൈക്കോഡ് ആൾസോ എക്സിബിറ്റ് ആക്ടിവിറ്റി അഗൈൻ സർട്ടൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അത് മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് ആക്ടിവിറ്റി കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് അനറോബിക് ബാക്ടീരിയ ആണ്. അത് മാത്രമല്ല ചിലതൊക്കെ സം ഓഫ് ദി അമിനോഗ്ലൈക്കോസൈഡ് ലൈക്ക് ജെൻഡാമൈസിൻ, അമിക്കസിൻ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ അനിറോബിക് ബാക്ടീരിയയിലും കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഗ്രാം നെഗറ്റീവ് ആണ് കോമൺലി ഉള്ളത്. എന്നാൽ ഗ്രാം പോസിറ്റീവ് അനറോബിക്കും എന്തിനാ ചില ആന്റിബയോട്ടിക്സുകളിൽ എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി സിസ്റ്റമിക് അമിനോഗ്ലൈക്കോസൈഡ് ഏതൊക്കെയെന്ന് നോക്കാം. സിസ്റ്റമിക് അമിനോഗ്ലൈക്കോസൈഡ്സിന് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോമൈസിൻ, അമിക്കസിൻ, ജെൻഡാമൈസിൻ, കനാമൈസിൻ ഒക്കെയാണ് എക്സാമ്പിൾ വരിക. സ്ട്രെപ്റ്റോമൈസിൻ TB കൊടുക്കുന്നതാണ്. അമിക്കസിൻ സിവിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷനിലൊക്കെ റെസിസ്റ്റൻസ് കാണുന്ന പേഷ്യന്റിനോടും അമിക്കസിൻ. പിന്നെ ജെൻഡാമൈസിൻ, കനാമൈസിൻ ഒക്കെയാണ് ഇത് നമ്മൾ സിസ്റ്റമിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ TBക്ക് കൊടുക്കുന്ന ഒരു ഡ്രഗ് തന്നെയാണ് ജെൻഡാമൈസിൻ ഒക്കെ കേട്ടോ. സിസ്റ്റമിക് അമിനോഗ്ലൈക്കോസൈഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ട്രോപ്പിക്കൽ അമിനോഗ്ലൈക്കോസൈഡ്സ്
ആണ് നിയോമൈസിൻ. നിയോമൈസിൻ എല്ലാവർക്കും അറിയാം, സ്കിന്ന് ഐ ഇൻഫെക്ഷനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് നിയോമൈസിൻ. ആൻഡ് ഫ്രമസെറ്റിൻ ആണ്. ഫ്രമസെറ്റിൻ ട്രോപ്പിക്കലി കൊടുക്കുന്ന ലോക്കലൈസ്ഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചൊറിയൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനിൽ കൊടുക്കുന്ന സാധനമാണ് ഫ്രെമിസെറ്റിൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഇത്രയും ഞാൻ ഒന്ന് ഓടിച്ച് പറയാം, ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, മേജർ അമിനോഗ്ലൈക്കോസൈഡ് സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ, കനാമൈസിൻ, ടൊബ്രാമൈസിൻ, അമിക്കോസിൻ ആൻഡ് നിയോമൈസിൻ ആണ്. എല്ലാം വരുന്നത് എന്താണ്, സ്ട്രെപ്റ്റോമൈസിൻ ജനസിന്റെ സ്പീഷീസിലുള്ളത് തന്നെയാണ്. സോ നമ്മൾ വേറെ എന്താ പറഞ്ഞ മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു, ബൈൻഡ് ടു റൈബോസോം 30S റൈബോസോം സബ് യൂണിറ്റ് പറഞ്ഞു, മിസ് റീഡിംഗ് ഓഫ് mRNA പറഞ്ഞു, എന്താണ് mRNA ജനറ്റിക് കോഡിനെ മിസ്റീഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആൻഡ് സെൽ മെംബ്രെയിന്റെ ഇന്റഗ്രിറ്റിനെ നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഡിസ്ട്രക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു, ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ ചത്തുപോവുകയും ആണ് ചെയ്യുന്നത്. ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ നമ്മൾ ഉപയോഗിക്കണം, വൈഡ് റേഞ്ച് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗ്രാം പോസിറ്റീവ് എല്ലാത്തിലും പറ്റില്ല, ചിലതൊക്കെ ഗ്രാം പോസിറ്റീവിൽ പറ്റും. ആൻഡ് അനീറോബിക് ബാക്ടീരിയ, എന്താണ് അനീറോബിക് ബാക്ടീരിയകൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്, എല്ലാം എന്നല്ല ചിലതൊക്കെ മാത്രം. പിന്നെ സിസ്റ്റമിക് അമിനോഗ്ലൈക്കോസിഡ് പറഞ്ഞു, സ്ട്രെപ്റ്റോമൈസിൻ, അമിക്കസിൻ, ജെൻഡാമൈസിൻ, കനാമൈസിൻ ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞ ട്രോപ്പിക്കൽ അമിനോഗ്ലൈക്കോസിഡ് പറഞ്ഞു, നിയോമൈസിൻ ആൻഡ് ഫ്രമസെറ്റിൻ ആണ്. ഇത്രയും നിങ്ങൾ നോക്കി വെക്കുക. എളുപ്പമല്ലേ, ഭയങ്കര എളുപ്പമാണ്. ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്, നമ്മൾ ഓൾറെഡി ടെട്രാസൈക്ലിൻ പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കാറുണ്ട്. ചില അമിനോഗ്ലൈക്കോസൈഡ്സ് കൊടുക്കുമ്പോൾ ആന്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണാറുണ്ട്. ന്യൂറോ മസ്കുലർ ഡിസോർഡർ ഉണ്ടാവാറുണ്ട്, അതായത് ന്യൂറോ മസ്കുലർ വീക്ക്നെസ്, ഒരു ലെതർജി ഒക്കെ കാണാറുണ്ട്. ആൻഡ് റീനൽ ഇമ്പയർമെന്റ്, അതായത് നമുക്ക് റീനൽ കിഡ്നി ഫംഗ്ഷനിലൊക്കെ ചെറിയൊരു കോംപ്രമൈസിങ് കാണാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഈ നമ്മൾ പ്രഗ്നൻസിയും ബ്രസ്റ്റ് ഫീഡിങ്ങിലും ആയിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് നമ്മൾ കൊടുക്കാറില്ല, കാര്യം ഇൻഫന്റ് ടോക്സിറ്റി കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവാറുണ്ട്, ന്യൂറോ മസ്കുലർ ഡിസോർഡർ ഉണ്ട്, റീനൽ ഇമ്പയർമെന്റ്. അതിപ്പോൾ റീനൽ ഇമ്പയർ ആയിട്ടുള്ള ഏതെങ്കിലും പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ പനി കിട്ടും, അടിച്ചു പോകും. ആൻഡ് പ്രഗ്നന്റ് ഓർ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്താണ് പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അമിക്കസിനെ പറ്റി പറയാം. അമിക്കസിൻ എന്ന് പറയുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് അമിക്കസിൻ. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാൻ പറ്റുന്ന ഒരു അമിനോഗ്ലൈക്കോസിഡ് ആന്റിബയോട്ടിക് ഏതാണ് എന്ന് ചോദിക്കാം, അത് അമിക്കസിൻ ആണ്. പിന്നെ സെവറൽ ഇൻഫെക്ഷൻസിന് കൊടുക്കാൻ പറ്റും, ഈവൻ ലൈഫ് ത്രെറ്റനിങ് ഡിസീസിൽ പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് അമിനോഗ്ലൈക്കോസൈഡ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് വെച്ചാൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ TB, ഇപ്പൊ TB ഒക്കെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്. അപ്പൊ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുളിൽ പോലും എന്ത് ചെയ്യാം, അമിക്കസിൻ പോലുള്ള ഡ്രഗ് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് അമിനോഗ്ലൈക്കോസൈഡ്സിന്റെ നെഫ്രോടോക്സിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ, ട്രോബ്രാമൈസിൻ, അമിക്കസിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നെഫ്രോടോക്സിക് സ്ട്രെപ്റ്റോമൈസിന് മോഡറേറ്റ് ആണ്, അധികമൊന്നുമില്ല, മോഡറേറ്റ് ആണ്. ജെൻഡാമൈസിന് കൂടുതലാണ്, ടോബ്രാമൈസിന് കൂടുതലാണ്, അമിക്കസിന് മോഡറേറ്റ് ആണ്. അപ്പോൾ സ്ട്രെപ്റ്റോമൈസിനും അമിക്കസിനും മോഡറേറ്റ് നെഫ്രോടോക്സിറ്റിയും ജെൻഡാമൈസിനും ടോബ്രാമൈസിനും ഹയർ ആയിട്ടുള്ള നെഫ്രോടോക്സിറ്റിയും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഇനി മെക്കാനിസം ആക്ഷൻ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിഷൻ, മെംബ്രെയിൻ ഡിസ്റപ്ഷൻ ആൻഡ് ബാക്ടീരിയോസിഡൽ എഫക്റ്റ്. സോ എന്തൊക്കെയാണ്, ഒന്ന് 13S റൈബോസോംസ് സെൽ മെംബ്രെയിനിന്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. ആൻഡ് എന്ത് ചെയ്യുന്നു, പിന്നെ അത് മാത്രമല്ല ഈ ബാക്ടീരിയ സസ്പെക്റ്റബിൾ ആയിട്ടുള്ള ബാക്ടീരിയകളെ ഡിപ്പെൻഡ് ചെയ്ത് കില്ല് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്ത് കില്ല് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഇത്രയുമാണ് മെക്കാനിസം ആക്ഷൻ. ഞാൻ ഷോർട്ടാക്കി ഒന്ന് കൊടുത്തതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പാരന്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രെപ്റ്റോമൈസിനായാലും അമിക്കസിനായാലും നമുക്ക് എല്ലാം പാരന്റലി മാത്രമേ കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്നെങ്കിൽ ഇൻട്രാ മസ്കുലാറോ അല്ലെങ്കിൽ ഇൻട്രാ വീനസ് ആയിട്ട് കൊടുക്കാൻ മാത്രമേ നമുക്ക് എന്തുള്ള ഓപ്ഷൻ ഉള്ളൂ, പാരന്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമുക്കൊരു ഈ അമിനോഗ്ലൈക്കോസൈഡിന് ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ പാരന്റൽ അഡ്മിനിസ്ട്രേഷന് ശേഷം അമിനോഗ്ലൈക്കോസൈഡിന് ഒരു നല്ല ബയോ അവൈലബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല നമ്മളെ ബോഡിയിൽ ത്രൂ ഔട്ട് ആയിട്ട് അക്യുമുലേറ്റ് ആവുകയും എവിടെയൊക്കെയാണോ ബാക്ടീരിയ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടിഷ്യൂവില്, ഫ്ലൂയിഡില്, പ്ലൂറൽ ക്യാവിറ്റിയില്, സൈനോവിൽ ഫ്ലൂയിഡിൽ, ഇവിടെയൊക്കെ അത് പോയിരിക്കും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ആകും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, നമുക്കൊരു ഗുഡ് ബയോ അവൈലബിലിറ്റി കിട്ടും. ദാറ്റ് മീൻസ് ഒരു പ്രോപ്പർ ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ട്, ഈ അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സിന് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ വേറൊരു പ്രശ്നം
പ്രശ്നമുണ്ട്, ലിമിറ്റഡ് മെറ്റബോളിസം ആണ്. അതായത് അമിനോ ഗ്ലൈക്കോസൈഡ്സിന് ഒരു ലിമിറ്റഡ് അല്ലെങ്കിൽ മിനിമൽ മെറ്റബോളിസം ആണ്. എന്താന്ന് വെച്ചാൽ ദി ആർ നോട്ട് സബ്സ്ട്രേറ്റ് ഫോർ ഹെപ്പാറ്റിക് എൻസൈം. നമ്മുടെ ഹെപ്പാറ്റിക് എൻസൈംസുമായിട്ട് എന്തില്ല, ലൈക്ക് ബന്ധമൊന്നും നേരിട്ടില്ല. അതുകൊണ്ട് തന്നെ ദ റിസൾട്ട് ഇൻ ദ മേജർ ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഡോസ് ബീൻ എക്സ്ക്രീറ്റ് അൺചേഞ്ച്ഡ് ത്രൂ യൂറിൻ ആൻഡ് ബൈൽ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ലിമിറ്റഡ് മെറ്റബോളിസം ആണ്. അതിൽ നമ്മൾ അമിനോ ഗ്ലൈക്കോസൈഡ് നമ്മൾ ബോഡിയിൽ കൊടുത്ത് കഴിയുമ്പോൾ ലൈക്ക് നമ്മുടെ ഹെപ്പാറ്റിക് എൻസൈമുമായിട്ട് വലിയ ബന്ധമൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന അത്രയും ഡ്രഗ് തന്നെ അൺചേഞ്ച്ഡ് ആയിട്ട് കിഡ്നിയിലൂടെ എക്സ്ക്രീറ്റ് ആയി പോകുന്നു എന്നുള്ളതാണ് ഈ അമിനോ ഗ്ലൈക്കോസൈഡിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന റീനൽ എലിമിനേഷൻ ആണ്. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന അമിനോ ഗ്ലൈക്കോസൈഡ് എന്തായാലും കിഡ്നി വഴി തന്നെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഗ്ലോമറൽ ഫിൽട്രേഷൻ വഴിയാണ് കിഡ്നി വഴി എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അവിടെ ഉണ്ടാവുന്ന പ്രശ്നം നമുക്ക് നെഫ്രോടോക്സിറ്റി ഉണ്ടാവും. ഈ നെഫ്രോടോക്സിറ്റി എങ്ങനെ ഉണ്ടാവും വെച്ചാൽ നമ്മുടെ റീനൽ ട്യൂബുലർ സെൽസ് ഇല്ലേ, റീനൽ ട്യൂബുലർ സെൽസിൽ അത് അക്യൂമുലേറ്റ് ചെയ്ത് അവിടെ ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, പാരലൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. നമ്മൾ പാരലാണ് കൊടുക്കുന്നത്, IM ആയിട്ടോ IV ആയിട്ടോ കൊടുക്കാമെന്ന് പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. എല്ലായിടവും പോയി, എല്ലാ ടിഷ്യൂ പോക്കറ്റ്സിലും ഒക്കെ പോയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ലിമിറ്റഡ് മെറ്റബോളിസം ആണ്. എന്താ പറയുക, ഹെപ്പാറ്റിക് എൻസൈമുമായിട്ട് വലിയ ബന്ധം കാണിക്കാറില്ല, കിഡ്നി വഴി അൺചേഞ്ച് എലിമിനേറ്റ് ആകുന്നു എന്നുള്ളതാണ്. പിന്നെ റീനൽ എലിമിനേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ എന്ത് സംഭവിക്കുക, അമിനോ ഗ്ലൈക്കോസൈഡ് ഗ്ലോമറൽ ഫിൽട്രേഷൻ ആൻഡ് അക്യുമുലേഷൻ ഓൺ ദി ട്യൂബുലർ സെൽസ് കോസിങ് ഡാമേജ് അല്ലെങ്കിൽ നെഫ്രോടോക്സിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇനി അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. ഏറ്റവും വലിയൊരു അഡ്വേഴ്സ് എഫക്റ്റ് നെഫ്രോടോക്സിറ്റി തന്നെയാണ്. അപ്പോൾ നെഫ്രോടോക്സിറ്റി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എവിടെ, നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിൽ ഡ്രഗ് പോയി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നെഫ്രോടോക്സിറ്റി ഉണ്ടാവുന്നത്. ഇനി ഓട്ടോടോക്സിറ്റി ആണ്. അതായത് ഓട്ടോടോക്സിൻ നമ്മൾ ഇയർ അടിച്ചു പോകും. നമുക്ക് ഈ സ്ട്രെപ്റ്റോമൈസിനൊക്കെ അധികമായിട്ട് എടുത്താൽ ചെവിൻ്റെ കേൾവി നമുക്ക് നഷ്ടപ്പെട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഓട്ടോടോക്സിറ്റി ഇൻക്ലൂഡിങ് വെസ്റ്റിബുലർ ആൻഡ് കോക്ലിയർ ടോക്സിറ്റി. അത് നമ്മുടെ വെസ്റ്റിബുലാറും കോക്ലിയർ ടോക്സിറ്റിയും ഒരുമിച്ചുണ്ടാകും. ഈ ഡ്രഗുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്നർ ഇയറിൽ, അതായത് ദീസ് ഡ്രഗ്സ് ആർ അക്യുമുലേഷൻ ഓഫ് ദ ഡ്രഗ് ഇൻ ദ പെരി ലിംഫ് ആൻഡ് എൻഡോ ലിംഫ് ഓഫ് ദ ഇന്നർ ഇയർ. നമ്മുടെ ചെവിക്കകത്തുള്ള പെരിലിംഫിലും എൻഡോലിംഫിലും, എവിടെയാണ്, പെരിലിംഫിലും എൻഡോലിംഫിലും എന്ത് ചെയ്യുന്നു, പോയി ഇരുന്നതിന് ശേഷം നമുക്ക് അവിടെ എന്ത് ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇന്നർ ഇയറിൽ ഡാമേജ് ഉണ്ടാക്കുന്നു, ലീഡിങ് ടു ഡാമേജ് ദ ഹെയർ സെൽസ് ആൻഡ് ക്രേനിയൽ നെർവ്. നമ്മുടെ ക്രേനിയൽ നെർവിനെയും എന്തെന്നു, ഹെയർ സെൽസിനും ഡാമേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അത് മാത്രം ലോസ് ഓഫ് ബാലൻസ് ഉണ്ടാവുക, കോക്ലിയർ ടോക്സിറ്റി ഉണ്ടാവുക, ഹിയറിംഗ് ലോസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഓട്ടോടോക്സിറ്റി എന്നാൽ ചെവിയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ അക്യുമുലേറ്റ് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഇസ് ന്യൂറോ മസ്കുലർ ബ്ലോക്കേജ് ആണ്. സോ ന്യൂറോ മസ്കുലർ ബ്ലോക്കേജ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അസറ്റിൽ കൊളൈൻ്റെ റിലീസിനെ ഇന്റർഫിയർ ചെയ്യുന്ന കാരണം എന്ത് ചെയ്യുന്നു, നമുക്ക് ന്യൂറോ മസ്കുലർ ബ്ലോക്കേജ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് വീക്ക്നെസ്, റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, നെഫ്രോടോക്സിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റീനൽ ട്യൂബിൽ പോയിരിക്കുന്നത്. ഓട്ടോടോക്സിറ്റി പറഞ്ഞു, പെരിലിംഫിലും എൻഡോലിംഫിലും പോയി അക്യുമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ന്യൂറോ മസ്കുലർ ബ്ലോക്കേജ് പറഞ്ഞു, ഇന്റർഫിയറിംഗ് ദ റിലീസ് ഓഫ് അസറ്റിൽ കൊളൈൻ അറ്റ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടി ഉണ്ടാവുക, വീക്ക്നെസ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഈ ന്യൂറോ മസ്കുലർ ബ്ലോക്കേജ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ബൈ അഡ്മിനിസ്ട്രിങ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. കാൽഷ്യം ഗ്ലൂക്കോണേറ്റോ അല്ലെങ്കിൽ അസറ്റൈൽ കോളിൻ എസ്റ്ററേസ് വെച്ചിട്ട്, ഇൻഹിബിറ്റേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളൂ. ഇനി ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ആണ്. സോ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമൽ ഇൻഫെക്ഷൻ എന്ന് പറയും. അതായത് ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡ്രഗ്സുകൾ കൊടുക്കാറുണ്ട്. അതിൽ കൊടുക്കുന്നൊരു ഡ്രഗാണ് അമിനോ ഗ്ലൈക്കോസൈഡ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ പ്രായമായ അല്ലെങ്കിൽ വയസ്സായ മനുഷ്യരിലൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ആൻറ്റിബയോട്ടിക് സ്റ്റാറ്റ് കൊടുക്കാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മേ ബി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നേക്കാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നേക്കാം. അത് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗും കൂടെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അത് നോസോകോമൽ എന്ന് പറയും കേട്ടോ, നോസോകോമൽ ഇൻഫെക്ഷൻ എന്ന് പറയും. പിന്നെ ട്യൂബർകുലോസിൽ കൊടുക്കാറുണ്ട്. പിന്നെ അതർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഒരുപാട് പ്ലാഗ് അല്ലെങ്കിൽ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്, സിവിയർ ബേൺ വൂണ്ട് ഇൻഫെക്ഷൻസിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ കമ്പൈൻഡ് തെറാപ്പിയാണ്. ഒരുപാട് ആന്റിബയോട്ടിക്സിന്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡ്രഗും കൂടെയാണ് അമിനോ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള മെയിൻ പോയിന്റുകൾ മാത്രം പഠിച്ചു പോയാൽ മതി, സ്പെസിഫിക് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സോ മോണിറ്ററിങ് ആൻഡ് ഡോസിങ് ആണ്
സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഈ ന്യൂറോമസ്കുലർ ബ്ലോക്കേജ് ആയാലും റീനൽ ഫംഗ്ഷൻ്റെ പ്രശ്നമായാലും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മോണിറ്ററിങ് പാരാമീറ്റർ, അതായത് നമ്മളിപ്പം അമിനോഗ്ലൈക്കോസൈഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് സെറം കോൺസെൻട്രേഷൻ നോക്കും, ഡോസിങ് റെജിമൻ നോക്കും, റീനൽ ഫംഗ്ഷൻ നോക്കും, കമ്പിനേഷൻ തെറാപ്പി നോക്കും. അതായത് സെറം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണോ, അത് ടോക്സിറ്റി ഒക്കെ കുറവാണോ എന്ന് നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ സെറം കോൺസെൻട്രേഷൻ നോക്കും. എത്രത്തോളം ഡ്രഗ് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് സെറം കോൺസെൻട്രേഷൻ. പിന്നെ ഡോസിങ് റെജിമെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ ഡെയിലി ഡോസ് ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈഡ് ഡോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പേഷ്യന്റിന് ഇപ്പോൾ റീനൽ ഫംഗ്ഷൻ ഒക്കെ പ്രശ്നമുള്ള ആളാണെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ റെജിമെന്റ് കൊടുക്കാറുണ്ട്. പിന്നെ റീനൽ ഫംഗ്ഷൻ ആണ്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പേഷ്യന്റ് എന്തെങ്കിലും റീനൽ ഫംഗ്ഷൻ ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ കോമ്പിനേഷൻ തെറാപ്പിയാണ്. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഡ്രഗ് ഇൻട്രാക്ഷനും അല്ലെങ്കിൽ എഫക്റ്റുകളും കാരണം നമുക്ക് ഡോസൊക്കെ മോണിറ്റർ ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പിനേഷൻ തെറാപ്പി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സിമ്പിൾ അല്ലേ, ഒന്നുമില്ലല്ലോ അല്ലേ. ഇനി തെറാപ്യൂട്ടിക് സൈനർജിസ്റ്റിക് ആണ്. സോ പെൻസിലിൻ ആൻഡ് സെഫാലോസ്പോറിൻ. സോ അമിനോഗ്ലൈക്കോസൈഡ് ആർ ഫ്രീക്വൻലി കമ്പൈൻഡ് വിത്ത് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്. കണ്ടോ, അതായത് പെൻസിലിൻ, സെഫാലോസ്പോറിൻ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ, ലൈക്ക് ഈ ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്കിൻ്റെ കൂടെ അമിനോഗ്ലൈക്കോസൈഡ് കമ്പൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എക്സാമ്പിൾ ആണ് പെൻസിലിനും സെഫാലോസ്പോറിനും. എന്തിനാന്ന് വെച്ചാൽ സൈനർജിക് എഫക്ട് എഗെയിൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ കൂടുതലായി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെൻസിലിനും സെഫാലോസ്പോറിനും അതിൻ്റെ കൂടെ അമിനോഗ്ലൈക്കോസൈഡും കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ആന്റി-സ്യൂഡോമോണൽ ആക്ടിവിറ്റി ആണ്. കോമ്പിനേഷൻ ഓഫ് എൻ അമിനോഗ്ലൈക്കോസൈഡ് വിത്ത് എൻ ആന്റി-സ്യൂഡോമോണൽ ബീറ്റാ-ലാക്ടം ആന്റിബയോട്ടിക്. അതായത് ബീറ്റാ-ലാക്ടം ആന്റിബയോട്ടിക്കിന്റെ കൂടെ അമിനോഗ്ലൈക്കോസൈഡും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സെഫ്റ്റാസിഡൈമോ അല്ലെങ്കിൽ പിപ്പറാസിലിൻ ടൊസോബാക്ടമോ കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ലൈക്ക് സ്യൂഡോമോണസ് അർഗുനോസ പോലുള്ള സിവിയർ ഇൻഫെക്ഷനിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ആന്റി സ്യൂഡോമോണൽ ആക്ടിവിറ്റി ആണ്. കോമ്പിനേഷൻ ഓഫ് ആൻ അമിനോഗ്ലൈക്കോസൈഡ് വിത്ത് ആന്റി സ്യൂഡോ ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് ആണ് എന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി എൻഡോകാർഡിയറ്റിസ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അമിനോഗ്ലൈക്കോസൈഡ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പെൻസിലിന്റെ കൂടെ അല്ലെങ്കിൽ വാങ്കോമൈസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് കൂടെ കമ്പൈൻ ചെയ്ത് എൻഡോകാർഡൈറ്റിസ് ട്രീറ്റ്മെന്റിന് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അത് കാരണം എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് ഔട്ട്കം വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് സൈനർജിക് എഫക്റ്റ് കൊടുക്കുന്ന ഡ്രഗുകൾ, അതായത് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്സിന്റെ കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഏതൊക്കെ ഡ്രഗുകൾ കൊടുത്താൽ നമുക്ക് സൈനർജിക് ആക്ടിവിറ്റി കിട്ടുമെന്ന് പറയുന്ന കുറച്ച് ഡ്രഗിന് എക്സാമ്പിൾ ആണ്. ഇനി അമിനോഗ്ലൈക്കോസൈഡ് റെസിൻ ത്രെഡ് ആണ്. സോ നിങ്ങൾ നിങ്ങൾക്ക് വായിക്കേണ്ടത് മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എളുപ്പമാണ് കേട്ടോ. സോ ഇത്രയാണുള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഒന്നും കൂടെ നോടിച്ച് പറഞ്ഞുതരാവേ. സോ നമ്മൾ പറഞ്ഞു അമിനോഗ്ലൈക്കോസൈഡ് എന്താണ് പറഞ്ഞത്, അമിനോഗ്ലൈക്കോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസ് ഓഫ് ആന്റിബയോട്ടിക്, 2 യൂണിക് സ്ട്രക്ചറാണ്, 2 അമിനോ ഷുഗർ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ക്ലാസിഫിക്കേഷൻ സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ, കനാമൈസിൻ, ട്രോബോമൈസിൻ ആൻഡ് അമിക്കസിൻ ആൻഡ് നിയോമൈസിൻ. സിസ്റ്റമിക്കും ഉണ്ട്, ലോക്കലും ഉണ്ട്. അതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. ബൈൻഡിങ് ഓഫ് റൈബോസോം, മിസ്റീഡിങ് ഓഫ് mRNA ആൻഡ് സെൽ മെമ്പറിൻ ഡിസ്റപ്ഷൻ. ഓക്കെ, സോ മറ്റിൽ നമ്മൾ ബാക്ടീരിയോ സ്റ്റാറ്റിക് എന്ന് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ നോക്കേണ്ടത് ബൈൻഡിങ് ടു റൈബോസോം, മിസ്റീഡിങ് ഓഫ് mRNA ആൻഡ് സെൽ മെമ്പറിൻ ഡിസ്റപ്ഷൻ ആണ്. ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ വൈഡ്ലി നമ്മൾ കൊടുക്കാറുണ്ട്. ഗ്രാം പോസിറ്റീവും അനറോബിക്കിലും അങ്ങനെ അധികം കൊടുക്കാറില്ല, ബട്ട് സ്റ്റിൽ ചിലതൊക്കെ നമുക്ക് ആക്ടിവിറ്റി കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ സിസ്റ്റമിക് അമിനോഗ്ലൈക്കോസൈഡ് ഞാൻ പറഞ്ഞു, ട്രോപ്പിക്കൽ നമ്മൾ പറഞ്ഞു. കോൺട്രാൻഡിക്കേഷൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ന്യൂറോമസ്കുലർ ഡിസീസ്, റീനൽ ഇമ്പയർമെന്റ് ആൻഡ് പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ആൻഡ് അമിക്കസിൻ പറഞ്ഞു, ബ്രോഡ് സ്പെക്ട്രം ആണ്. രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രഗ് ഏതാണ്, ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രഗ് അമിക്കസിൻ ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, നെഫ്രോടോക്സിക് റിസ്ക് പറഞ്ഞു. ഹൈ വരുന്നത് ജെൻഡാമൈസിൻ ആൻഡ് ട്രോബ്രമൈസിൻ ആണ്. മോഡറേറ്റ് സ്ട്രെപ്റ്റോമൈസിൻ ആൻഡ് അമിക്കസിൻ ആണ്. മെക്കാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ഫാർമോകൈനറ്റിക് പാരലി കൊടുക്കാറുണ്ട്. ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ വൈഡ്ലി ബയോബിലിറ്റി, ലിമിറ്റ് മെറ്റബോളിസം ആണ്. ലിവറിലെ ഹെപ്പാറ്റിക് എൻസൈമായിട്ട് ബന്ധം വരുന്നില്ല, ഡയറക്ട്ലി അൺചേഞ്ച്ഡ് ആയിട്ട് പോകുന്നു. റീനൽ എലിമിനേഷൻ പറഞ്ഞു, എന്താണ് ഇവിടെ പ്രശ്നമുണ്ട്, റീനൽ ട്യൂബ്യൂൾസിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ റീനൽ പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞു. ഓൾറെഡി എവിടെയും നമ്മൾ പറഞ്ഞു അല്ലേ. നെഫ്രോടോക്സിറ്റി പറഞ്ഞു, എവിടെയാണ് ഓൾറെഡി നമ്മുടെ എവിടെയാണ് ഇരിക്കുക, കിഡ്നിന്റെ
ബ്രെയിനിന്റെ ട്യൂബുകളിൽ അല്ലെങ്കിൽ അവിടെ പോയിരുന്നതിന് ശേഷം സംഭവിക്കുന്നു, അക്യുമുലേറ്റ് ചെയ്തിട്ട് ടോക്സിറ്റി ഉണ്ടാക്കുന്നു. ഓട്ടോടോക്സിറ്റി എന്താ പറയുന്നത്, ഇന്നർ ഇയറിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, പ്രശ്നം വരുന്നു. അതായത് എവിടെയൊക്കെയാണ്, പെരിലിംഫിലും എൻഡോലിംഫിലും ഡ്രഗ് പോയിരുന്നിട്ട് നമുക്ക് ഇയർ ടോക്സിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ന്യൂറോമസ്കുലർ ബ്ലോക്കേജ് പറഞ്ഞു, അസറ്റിൽ കൊളിൻ്റെ റിലീസിനെ ഇന്റർഫിയർ ചെയ്യുന്നു. സോ അസറ്റിൽ കൊളിൻ ഇൻഹിബിറ്റേഴ്സോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, എസ്റ്ററൈസ് ഇൻഹിബിറ്റർ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റിയെടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ട്യൂബർകുലോസിസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, കമ്പൈൻ തെറാപ്പി കൊടുക്കാമെന്ന് പറഞ്ഞു. സോ കമ്പൈൻ തെറാപ്പിയിൽ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്, പെൻസിലിൻ, സെഫാലോസ്പോറിൻ, പിന്നെ അത് മാത്രമല്ല ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ് ആൻഡ് എൻഡോകാർഡിയൽസ് ട്രീറ്റ്മെന്റിൽ കോമ്പിനേഷനിൽ കൊടുത്താലും സൈനർജിക് എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. എഫക്റ്റുകൾ ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിന്റെ ആക്ഷൻ കൂട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മളെ കൺസെപ്റ്റ് കേട്ടോ. സോ ഞാൻ റെസിസ്റ്റൻസും നിങ്ങൾ വായിക്കാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾ ഈ ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. ആ രീതിയിലുള്ള നോട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് പേടിക്കേ വേണ്ട. So, which the following is a characteristic feature of aminoglycoside? Aminoglycoside characteristic feature എന്താണ്? രണ്ട് അമിനോ ഷുഗർ joined by a glycosidic bond. Okay അല്ലേ? ഇനി streptomycin is a class of aminoglycoside is obtained from which genus of bacteria? ഏത് ബാക്ടീരിയ ഉണ്ടാക്കിയിട്ടുള്ളത്? അതാണ് streptomyces. With the following not a mechanism action of aminoglycoside. Aminoglycoside mechanism action അല്ലാത്തത് inhibit protein synthesis. Protein synthesis inhibition നടക്കാറുണ്ട് അല്ലേ? ഇനി blockage of DNA replication ആണോ? അപ്പോൾ അതിന് ഉത്തരം അല്ലേ, DNA replication ഒന്നും ഒരു ബന്ധമില്ല. ആൻഡ് മിസ്റീഡിംഗ് ഓഫ് ജനറ്റിക് കോഡ് ഓഫ് mRNA ശരിയാണ്. പ്രിവെൻഷൻ ഓഫ് ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ ഇനിഷ്യേഷനെ പ്രിവെന്റ് ചെയ്യാറുണ്ട്, അതും ശരിയാണ് അല്ലേ. സോ എന്താണ്, ബ്ലോക്കേജ് ഓഫ് DNA replication ആണ്. ഇനി aminoglycoside primarily exert their bacterial effect by, എങ്ങനെയാണ് അതിനെ എഫക്ട് ചെയ്യുന്നത്, എങ്ങനെ ബാക്ടീരിയൽ എഫക്ട് കൊടുക്കുന്ന aminoglycoside പ്രോട്ടീൻ സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലേ. സോ വാട്ട് ഈസ് ദ പ്രൈമറി റൂട്ട് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് aminoglycoside? aminoglycoside എക്സ്ക്രീഷന്റെ പ്രൈമറി റൂട്ട് ഏതാണ്? കിഡ്നി തന്നെയാണ്. അപ്പോൾ ഇത് ഫോളോയിങ് അഡ്വേഴ്സ് എഫക്ട്സ് അസോസിയേറ്റഡ് വിത്ത് aminoglycoside. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രൈമറി അഡ്വേഴ്സ് എഫക്റ്റ് അത് ഓട്ടോടോക്സിറ്റി ആണ്. ചില ആൾക്കാർ ഇപ്പോൾ കാണുവാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഓട്ടോടോക്സിറ്റിയും കാണും, ചിലപ്പോൾ നെഫ്രോയും കാണും. അപ്പോൾ ആദ്യം നെഫ്രോ കുത്തരുത്, ഓട്ടോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ TB പേഷ്യൻറ്റിൽ ഈ മൾട്ടി റെസിസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ഈ എന്ത് ചെയ്യുന്നു, ഈ aminoglycosides ആയിട്ടുള്ള സ്ട്രെപ്റ്റോമൈസിൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുടെ ചെവി അടിച്ചു. അപ്പോൾ ഏറ്റവും വൈഡ്ലി ഉപയോഗിക്കുന്ന ഡ്രഗിൻ്റെ കാറ്റഗറി വരുന്നതാണ് ആര്, സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിനൽ ടോക്സിറ്റി അസോസിയേറ്റഡ് വിത്ത് aminoglycoside is characterized by. സോ റിനൽ ടോക്സിറ്റി എന്തുമായിട്ടാണ് aminoglycoside ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്താണ്, എക്സ്ക്രീഷൻ ഇൻ യൂറിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ. സോ വിച്ച് ദ ഫോളോയിങ് ഈസ് എ ക്ലിനിക്കൽ യൂസ് ഓഫ് സ്ട്രെപ്റ്റോമൈസിന്റെ ക്ലിനിക്കൽ യൂസ് എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ട്യൂബർകുലോസിസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. മലേറിയോ, ന്യൂമോണിയോ, ഫംഗൽ ഇൻഫെക്ഷനോ അല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ട്യൂബർകുലോസിസ് തന്നെയാണ്. aminoglycoside are commonly combined with which class of antibiotic? ഏതാണ്, പെൻസിലിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഓൾറെഡി പറഞ്ഞു ബീറ്റ ലാക്ടം അല്ലേ, അതാണ് എക്സാമ്പിൾ വരുന്നത്. വാട്ട് അഡ്വേഴ്സ് എഫക്ട് ഈസ് പെർട്ടിക്കുലർലി അസോസിയേറ്റഡ് വിത്ത് നിയോമൈസിൻ ആൻഡ് അമിക്കസിനും നിയോമൈസിനും കാണുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അഡ്വേഴ്സ് എഫക്ട് എന്താണ് ഓട്ടോടോക്സിറ്റി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടേഴ്സ് ഓഫ് ദി aminoglycoside റിഗാർഡിംഗ് ഫാർമക്കോകൈനറ്റിക്സ്. സോ ഫാർമക്കോകൈനറ്റിക്സ് പ്രകാരം എന്താണ് ഈ aminoglycosideന്റെ ഒരു ക്യാരക്ടർ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, ഏറ്റവും കൂടുതൽ ഹയർ ഓറൽ അബ്സോർപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്താണ് aminoglycosideന്റെ ഫാർമക്കോകൈനറ്റിക് പറയുവാണെങ്കിൽ. ഒന്നാമത്തെ അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ടിഷ്യൂലൊക്കെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. aminoglycoside പ്രൈമറി ടാർഗറ്റ് വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ? ഏത് ബാക്ടീരിയയാണ് aminoglycoside ഏറ്റവും കൂടുതൽ ചെയ്യുക? എവിടെയാണ്, ഗ്രാം നെഗറ്റീവ് തന്നെയാണ് എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ ചാപ്റ്റർ ആണ്, വിട്ട് കളയരുത്. ക്വസ്റ്റ്യൻസ് ആന്റിബയോട്ടിക് എന്ന് പ്രതീക്ഷിക്കാം, ഉറപ്പാണ്. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും, ഉറപ്പായിട്ടും ചോദിക്കും. സോ നെക്സ്റ്റ് കാണാം, ബൈ.